വിദേശത്ത് ആർക്കാണ് പുരാവസ്തുവിന്റെ കടയുള്ളത്? ബെല്ലാരി എന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്ത്? എന്നാണ് ഈ പോറ്റി ശബരിമലയിലേക്ക് വരാൻ തുടങ്ങിയത്? ഇപ്പോ അടൂർ പ്രകാശ് 2011 ആദ്യത്തെ കൂടിക്കാഴ്ച സോണിയാഗാന്ധിയുമായി നടത്തിയതെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ന്യൂസ് അവറിൽ തുടർച്ചയായി ചർച്ച ചെയ്തവരും ഈ അന്വേഷണത്തിന് തുടക്കം മുതൽ മേൽനോട്ടം വഹിക്കുന്ന ആരാണ് അന്വേഷണത്തിനകത്ത് ടീമിൽ വേണ്ടത് എന്നത് ഉൾപ്പെടെ അന്വേഷണ വിഷയങ്ങൾ സൂക്ഷ്മമായി പിന്തുടരുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നു കഴിഞ്ഞപ്പോൾ, അവരുടെ ഈ പരാമർശങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ന്യൂസ് അവറും ചർച്ച ചെയ്തില്ല, ഒരു ഒന്നാം പേജിലും വന്നില്ല. രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുത്, അതാണ് ഇതിനകത്ത് കാണുമ്പോൾ. ആ ഉദ്യോഗസ്ഥൻ ഈ സ്വർണ്ണക്കഥ പോലെയുള്ളത് മെനഞ്ഞെടുക്കുന്നതിൽ എന്തെല്ലാം പങ്കുവഹിച്ചിട്ടുണ്ട്, എന്തെല്ലാം ചെയ്തു എന്നുള്ളത് കേരളത്തിലെ ചാനലുകളുടെ ന്യൂസ് അവർ ഇന്ന് ചർച്ച ചെയ്യും. കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധിയാണ് അത്. യഥാർത്ഥത്തിൽ ഇന്നലെ ഞങ്ങൾ ചിലർ സൂചിപ്പിച്ചതുപോലെ നല്ല പ്രാധാന്യത്തോടു കൂടി കേരളം ചർച്ച ചെയ്യേണ്ട പരാമർശങ്ങളാണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയത്. കാരണം അന്വേഷണം ഏറ്റവും ശരിയായ രീതിയിലാണ് എന്ന് ഹൈക്കോടതി ആധികാരികമായി തന്നെ വ്യക്തമാക്കി. എന്ന് മാത്രമല്ല, ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഇല്ല. ഹൈക്കോടതിയാണ് ഇതിന് പൂർണ്ണമായിട്ട് മേൽനോട്ടം വഹിക്കുന്നത്. ഹൈക്കോടതിയിൽ മാത്രമാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നും ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. അതുവരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനോടാണ് ചോദിക്കേണ്ടിയിരുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത് സമ്മർദ്ദം ചെലുത്തുന്നു, CPM-കാരെ തിരികെ കയറ്റുന്നു എന്നെല്ലാം ആക്ഷേപം പറഞ്ഞ് SITയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി യഥാർത്ഥ പ്രതികളുടെ ബന്ധങ്ങളും അതിന്റെ പ്രശ്നങ്ങളും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും അന്വേഷണത്തിന്റെ പരിധിയിൽ വരാതിരിക്കാനുള്ള ഒരു സൂക്ഷ്മ ജാഗ്രത, അതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചത്. ഇന്നിപ്പോ മറ്റൊന്നുകൂടി വന്നല്ലോ, ഈ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തൽ വസ്തുതാരഹിതമാണ് എന്ന് ഇപ്പൊ SIT കണ്ടെത്തിയതായി പറയുന്നു. അപ്പൊ രമേശ് ചെന്നിത്തല ഒരു പുരാവസ്തു അന്വേഷകൻ എന്തിനു വേണ്ടി കൊണ്ടുപോകുന്നു? ഈ രണ്ട് പ്രതികളെന്നാണ് നേരത്തെ പറഞ്ഞതെങ്കിൽ ഇപ്പോ യഥാർത്ഥത്തിൽ സ്വർണം കട്ടവർ, സ്വർണം വാങ്ങിയവർ, അതുമായി ബന്ധപ്പെട്ടുമെന്ന് 3 പ്രധാന പ്രതികൾ, ആ 3 പ്രധാന പ്രതികളും ഒന്നിച്ചു വന്നിട്ടുള്ള ഏക ഫോട്ടോ, ഏക എന്ന് പറയാൻ പറ്റില്ല, കാരണം 3 ഘട്ടങ്ങളിൽ ഫോട്ടോയുണ്ട്. അവർ 3 പേരും വന്നിട്ടുള്ള ഫോട്ടോ ശ്രീമതി സോണിയാഗാന്ധിക്കൊപ്പം അടൂർ പ്രകാശും ആന്റണിയും നിൽക്കുന്ന ഫോട്ടോ മാത്രമാണ്. സ്വാഭാവികമായിട്ട് രമേശ് ചെന്നിത്തല സുവമോട്ടോ ഇങ്ങനെ പ്രഖ്യാപനം നടത്തി SITയുമായി മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇവര് തയ്യാറാകുന്നില്ല? എന്താണ് ഈ ബന്ധം? വിദേശത്ത് ആർക്കാണ് പുരാവസ്തുവിന്റെ കടയുള്ളത്? ബെല്ലാരി എന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്ത്? എന്നാണ് ഈ പോറ്റി ശബരിമലയിലേക്ക് വരാൻ തുടങ്ങിയത്? ഇപ്പോ അടൂർ പ്രകാശ് 2011 ആദ്യത്തെ കൂടിക്കാഴ്ച സോണിയാഗാന്ധിയുമായി നടത്തിയതെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങളെ സംബന്ധിച്ചും ഒരു ഗൗരവമായ വിമർശനം നടത്തി. മാധ്യമ വിചാരണ വേണ്ടതില്ല, ഞങ്ങളാണ് ഇത് മേൽനോട്ടം വഹിക്കുന്നത് എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ മലയാള മനോരമ വളരെ സൂക്ഷ്മമായി അകത്ത് വാർത്ത കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ വസ്തുതാപരമാണ്, ശരിയായ രൂപത്തിലാണ് എന്ന ഭാഗമൊന്നും ഇല്ലാതെ അന്വേഷണം വേണമെങ്കിൽ 6 മാസത്തേക്ക് കൂടി നീട്ടാം എന്നൊരു ഉൾപേജ് വാർത്തയാണ്. സിംഗിൾ ബെഞ്ച് ഈ കേസുമായി ഒരു ബന്ധവും ഇല്ലാത്ത ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കേസിന്റെ മറ്റ് വിശദാംശങ്ങളൊന്നും പൂർണ്ണമായി പിന്തുടരാത്ത സിംഗിൾ ബെഞ്ചിന്റെ ഒരു പരാമർശം 1-ാം പേജിൽ ആഘോഷിച്ചവരും ന്യൂസ് അവറിൽ തുടർച്ചയായി ചർച്ച ചെയ്തവരും ഈ അന്വേഷണത്തിന് തുടക്കം മുതൽ മേൽനോട്ടം വഹിക്കുന്ന ആരാണ് അന്വേഷണത്തിനകത്ത് ടീമിൽ വേണ്ടത് എന്നത് ഉൾപ്പെടെ അന്വേഷണ വിഷയങ്ങൾ സൂക്ഷ്മമായി പിന്തുടരുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നു കഴിഞ്ഞപ്പോൾ, അവരുടെ ഈ പരാമർശങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ന്യൂസ് അവറും ചർച്ച ചെയ്തില്ല, ഒരു 1-ാം പേജിലും വന്നില്ല. അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചില സംഘടനാ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുത്, അതാണ് ഇതിനകത്ത് കാണുന്നത്. ഒന്നുകൂടി ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റേ ബിരിയാണിയിൽ സ്വർണം കടത്തിയ സിനിമയിൽ പോലും ചിലപ്പോ ബോക്സ് ഓഫീസിൽ തകർന്നടിയേണ്ടതാണ്, ബിരിയാണിയിൽ സ്വർണം കടത്തി എന്നൊക്കെ ആണെങ്കിൽ. പക്ഷെ അതെല്ലാം ഉപ്പ് തൊടാതെ വാരി ഒഴുങ്ങി ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ന്യൂസ് അവർ ചർച്ച ചെയ്യാൻ പോകുന്നത് അത്തരത്തിലുള്ള കഥകൾ മെനഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ ഇന്ന് ED സർവീസിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ആ ഉദ്യോഗസ്ഥൻ ഈ സ്വർണ്ണക്കഥ പോലെയുള്ളത് മെനഞ്ഞെടുക്കുന്നതിൽ എന്തെല്ലാം പങ്കുവഹിച്ചിട്ടുണ്ട്, എന്തെല്ലാം ചെയ്തു എന്നുള്ളത് കേരളത്തിലെ ചാനലുകളുടെ ന്യൂസ് അവർ ഇന്ന് ചർച്ച ചെയ്യും. കാരണം അത്രമാത്രം അവരുടെ സമയം നഷ്ടപ്പെടുത്തിയതാണ് ആ അന്വേഷണം. അതിൽ പ്രധാനപ്പെട്ട ഒരാളെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തതായിട്ടാണ് ഇപ്പൊ മാധ്യമങ്ങൾ വഴി അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ന്യൂസ് അവറിൽ നിങ്ങൾ എല്ലാവരും ഇത് ചർച്ച ചെയ്യുമ്പോൾ കുറെ കൂടി വിവരങ്ങൾ ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
മാറിയിരുന്നെങ്കിൽ കേരളത്തിൽ അന്ന് ഒരു തുടർച്ച അന്നേ ഉണ്ടാകുമായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കണക്കാണെങ്കിൽ 2010 ഏറ്റവും കൂടുതൽ UDF പഞ്ചായത്ത് കിട്ടിയതാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാളും വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. 100 സീറ്റിലധികം, ഇപ്പൊ പറഞ്ഞ 100 സീറ്റിലധികം വിജയം ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകും എന്നാണ് അവർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ കിട്ടിയത് ഭരണത്തിലുള്ളപ്പോ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തോടു കൂടി ഭരിക്കേണ്ടി വന്നൊരു ഗവൺമെന്റ് ആയിരുന്നു അത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ആ ചിത്രത്തിൽ ഇപ്പോ ഭരണ തുടർച്ച എന്നുള്ളത് പുതിയ കാര്യമായിരുന്നു. ആ തുടർച്ച സാധ്യമാക്കാൻ കഴിഞ്ഞതാണ് 16 ഗവൺമെന്റ്, അവന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി. അതേപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനെ 2011 ചെറിയ വ്യത്യാസമാണെങ്കിൽ ആ വിധിയിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കി ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന്റെ ഒരു തുടർച്ച വേണം എന്ന ജനങ്ങളുടെ താല്പര്യം. അതിപ്പോ നോക്കൂ, ഇവിടെ പാലക്കാട് ഞാൻ ഉദ്ഘാടനം ചെയ്ത ഓഫീസുണ്ട്, ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയുടെ ഓഫീസാണ്. 10 മാസം കൊണ്ടാണ് ഞങ്ങൾ ഭൂമി ഏറ്റെടുത്ത് കൊടുത്തത്. അതുപോലെ തന്നെ കരാറുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. കേരളം പല കാര്യങ്ങളും ഒന്നാമതായി. അപ്പൊ വികസനത്തിന്റെ കാര്യത്തിൽ, സാമൂഹ്യക്ഷേമത്തിന്റെ കാര്യത്തിൽ എല്ലാത്തിലും കേരളം വളരെ വേഗതയിൽ വന്നിരിക്കുന്നു. ഈ ഗവൺമെന്റിനെ ഇവരെ വിമർശിക്കാൻ ഒന്നുമില്ല. ഏതെങ്കിലും കാര്യത്തിൽ വിമർശിക്കാൻ ഒരു പ്രശ്നമുണ്ടോ? ഇതൊക്കെ ഇപ്പോൾ ഈ AK ബാലന്റെ പ്രസ്താവനയിലെല്ലാം മനനൊന്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ റെജി ലൂക്കോസ് എല്ലാ ബന്ധം ഉപേക്ഷിച്ച് BJP ചേർന്നിരിക്കും. ഏത് പാർട്ടിയിലെ ഏത് ഘടകത്തിലായിരുന്നു? ഇടത് ഞങ്ങളാരും പോകാത്തപ്പോ നിങ്ങൾ സഹയാത്രികൻ എന്ന് പറഞ്ഞ ആരൊക്കെ വിളിക്കുന്നുണ്ട്? ഞങ്ങൾ ചില ചർച്ചയിൽ ഞങ്ങൾ പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. നിങ്ങൾ ഇതിനകത്ത് വിളിക്കുന്നത് ആരെ വിളിക്കുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ഉത്കണ്ഠയോട് ഇപ്പൊ മണ്ണത്തൂര്, നമ്മുടെ തൃശ്ശൂർ മറ്റത്തൂര്, അതുപോലെ തന്നെ കുമരകം, ഇതിലെല്ലാം എന്താ വ്യക്തമാകുന്നത്? അല്ല, ഇതിനെന്താ വ്യക്തമാകുന്നത്? കുമരകത്ത് ഉണ്ടാകുന്ന BJP നേരെ വോട്ട് ചെയ്തില്ലേ? മാളയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി BJP നേരെ വോട്ട് ചെയ്തില്ലേ? ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സഹയാത്രികൻ മാത്രമല്ല, പാർട്ടി അംഗമാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരാൾ പോകുമ്പോൾ സ്വാഭാവികമായും അത് ഇങ്ങനെ എന്തുകൊണ്ടാണ് പോകുന്നത്? ഇടതുപക്ഷം എന്ന് പറഞ്ഞത് BJP അങ്ങനെയാണ് കഴിയുന്നത്. അതിപ്പോ നിങ്ങളുടെ ചോദ്യം കൗതുകകരമായ ചോദ്യം. ഞങ്ങൾ ആരും പോകുന്നു, ഇപ്പൊ മനോരമയിൽ നിന്ന് ആരൊന്നും വരുന്നില്ല എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് മനോരമയുടെ സഹയാത്രി എന്ന് വിളിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പൊ വേറെ ചാനലിന്റെ നിങ്ങൾ പോകുന്നില്ല, നിങ്ങൾക്ക് ഇന്ന് വരാൻ പറ്റുന്നു. ഇത് P. രാജീവിന്റെ പത്രസമ്മേളനം ഞാൻ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മനോരമ തീരുമാനിച്ചു. അപ്പൊ വഴിയിൽ നിന്ന് ഒരാൾ റിപ്പോർട്ട് ചെയ്യാൻ വരാണ്. അപ്പൊ മനോരമയുടെ സഹയാത്രികനല്ലേ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ മനോരമയാവൂ? അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ വിളിക്കുന്ന ആളല്ലേ, ഞങ്ങൾ അയക്കുന്ന ആളാണോ? നിങ്ങൾ കാണേണ്ടത് എന്താ? AK ആന്റണിയോട് നിങ്ങൾ എന്ത് സൗമനസ്യ കാണിച്ചേ ഇല്ലേ? കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവല്ലേ? അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ എവിടെ നിൽക്കുന്നു? എന്ത് നിലപാടാ പറഞ്ഞേ? വടത്തി കൊണ്ടുവന്ന് BJP കൊടുത്തു, അതാണോ പറഞ്ഞേ? അല്ല, ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ എന്താ വടത്തി കൊണ്ടുവന്ന് BJP കൊടുത്തു എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? പത്മജ വേണുഗോപാൽ എവിടെ പോയി? എവിടെ നിൽക്കുന്നേ? അപ്പൊ BJP ശശി തരൂർ എന്തൊക്കെ പറഞ്ഞു? നിങ്ങളുടെ അഭിപ്രായം എന്താ? ശശി തരൂരിന് അതല്ല പൊളിറ്റിക്സ് അല്ലേ? എന്താ ശശി തരൂർ പറഞ്ഞത്? എന്താ ശശി തരൂര് നെഹ്റുവിനെ ഉൾപ്പെടെ തള്ളിപ്പറയുകയും ഈ മോഡിയെ നിരന്തരം സ്തുതിക്കുകയും ചെയ്തില്ലേ? ദിഗ്വിജയ് സിംഗ് ഇപ്പൊ എന്ത് പറഞ്ഞു ഏറ്റവും ഒടുവിൽ? ഇവരൊക്കെ സഹയാത്രികരായിട്ട് നിങ്ങൾ വിളിച്ചുകൊണ്ട് പേരടിച്ചടിച്ചു വയ്ക്കുന്നവരല്ലല്ലോ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളല്ലേ, വർക്ക് ചെയ്യുന്ന കമ്മിറ്റിയിൽ അംഗങ്ങളല്ലേ? ഒറ്റ കാര്യം കൂടി, ഒരു പൊതുവായ ഒരു കാര്യം കൂടി ചോദിച്ചു. വെനിസ്വലയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രതിഷേധം നടന്നപ്പോൾ അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ ക്യാമ്പയിനുകളാണ്. അരാഷ്ട്രീയമായി എന്തിനാണ് ഇവിടെ പ്രതിഷേധിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട CPM ഭാഗമായി നിന്ന നേതാക്കൾക്കെതിരെ എല്ലാം വിമർശനം ഉണ്ടാകുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? അല്ല, അത് ഒരു സവിശേഷ സാഹചര്യമാണ്. ഇപ്പൊ വെനിസ്വല ഒരു പ്രസിഡന്റിന്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ നേരെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാ. നാളെ എവിടെയും ഏത് രാജ്യത്ത് സംഭവിക്കും. മാർപ്പാപ്പ പോലും അപലപിച്ചല്ലോ. അതേപോലെ നോക്കൂ, ഇറാനിൽ ഇപ്പൊ എന്താ ഉണ്ടെന്നത്? ഒടുവിൽ ഇറാനിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണം നോക്കൂ. അപ്പൊ ഒരു ട്രംപിന്റെ കീഴിൽ ഒരു ലോകത്തിന്റെ പോലീസ് ഞങ്ങളാണ് നിർണയിക്കുന്നത്. ഇന്ത്യയുടെ പ്രശ്നം വന്നപ്പോ തന്നെ ഞാനാണ് തീർത്തെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതിന് വ്യക്തമായിട്ടുള്ളൊരു ശക്തമായ മറുപടി ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അത്തരം സമീപനത്തിൽ കേരളത്തിൽ അങ്ങനെയുള്ളൊരു മനസ്സ് രൂപപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ഗൗരവമായി തന്നെ കാണേണ്ട ഭാഗമാണ്. ഇങ്ങനെ കുറച്ച് ആളുകൾ ഈ രൂപത്തിൽ
അമേരിക്ക അത് കൊള്ളാം. നാളെ ഇപ്പൊ ഇന്ത്യയിൽ വന്ന് ഈ നിലപാട് സ്വീകരിച്ചാലോ? ഇന്ത്യ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യമല്ലേ. അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു ഭരണാധികാരി വന്നു എന്ന് കരുതുക, ആ ഭരണാധികാരിയെ വന്ന് നേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പണ്ട് പനാമയിൽ പോയി അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതെല്ലാം നമ്മുടെ ലോകത്തെ സംബന്ധിച്ച് വളരെ ആശങ്ക ഉളവാക്കുന്ന കാര്യങ്ങളാണ്. അത് ശ്രദ്ധാപൂർവം തന്നെ നമ്മൾ നോക്കേണ്ടത്. ഇന്ത്യയിൽ ഇപ്പൊ 12 പ്രഖ്യാപിച്ചതിൽ നിർമ്മാണം തുടങ്ങിയിട്ടുള്ള ഏക സ്മാർട്ട് സിറ്റി ഇതാണ്. അത് നിങ്ങൾ നന്നായി മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. നമുക്ക് കരാർ അവാർഡ് ചെയ്യാൻ കഴിഞ്ഞു, ടെൻഡർ നടപടി പൂർത്തീകരിച്ചു, സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. 42 മാസമാണ് അവരുടെ കരാറിലുള്ളത്. അത് 36 മാസം കൊണ്ട് തീർക്കണം എന്നതാണ് ഞങ്ങളിപ്പോൾ അവരോട് പറഞ്ഞിട്ടുള്ള ഭാഗം. ഈ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് മൊത്തം പ്രവർത്തനം ഉണ്ടാവുക. അല്ല, ഇന്നലത്തെ ഈ സമയം അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയിട്ടു. മകനും അങ്ങനെ പറയാം, എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞു വന്നു. ഒരു ആള് മരണപ്പെട്ടു, നമ്മളെല്ലാവരും ആ ദുഃഖത്തിൽ, ഞാൻ ഇന്നലെ മുഴുവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയം നമ്മൾ അതിനകത്ത് ആ ദുഃഖമൊക്കെ രേഖപ്പെടുത്തി വിടുക, ബാക്കിയൊക്കെ എല്ലാവരുടെ മുൻപിലുള്ളതാണ്. അല്ല, അതൊക്കെ നാട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പൊ ഈ സമയമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. നമ്മളെല്ലാം സ്വീകരിക്കേണ്ട പ്രാഥമികമായ ചില മര്യാദകൾ വെച്ച് ചെയ്യുക. ആരെങ്കിലും ഇത് വെച്ചിട്ട് ഇനി രാഷ്ട്രീയ താല്പര്യം വെച്ച് പറയുകയാണെങ്കിൽ അത് അവരുടേതായ ഒരു അവിവേകമായിട്ട് കാണുക.